ആക്ച്വലി ഇപ്പോൾ സമയം 6 o'clock, 6 കഴിഞ്ഞു ഇൻ ദ മോർണിംഗ്. എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അറിയാമല്ലോ, പുറത്ത് ചെറിയ വെട്ടമുണ്ട്. ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ യു ക്യാൻ സീ ദാറ്റ് എൻ്റെ ഈ ഐസ് അറിയുന്നുണ്ടാവില്ല, കുഞ്ഞതായിട്ടിരിക്കുന്നു. ബിക്കോസ് ഓഫ് ദ ഇൻഫെക്ഷൻ ഐ എം നോട്ട് ഏബിൾ ടു സ്ലീപ്പ് വെൽ. ഞാൻ ഇതിവിടെ വെക്കാം, എന്നിട്ട് അത് ടോക്ക് ചെയ്തു. ഓക്കെ, അതുള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ തലയിൽ തന്നെയാനൊക്കെ മുടി അയച്ചിടാം, ഒരു രസമില്ല. പ്ലീസ് അയ്യോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതിപ്പോൾ നമ്മൾ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോയ വ്ളോഗിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. ക്ലോക്കിൻ്റെ സൗണ്ട് ഒക്കെ ആയിരിക്കും, സോറി. ഞാൻ ഉറക്കെ സംസാരിക്കാൻ ശ്രമിക്കാം. ഇതെന്താ പറ്റി വെച്ചാൽ ഇൻഫെക്ഷൻ കാരണം ഞാൻ ഉറങ്ങി. ഞാൻ വീട്ടിൽ വന്നപ്പോൾ 12 മണിയായി. എന്നിട്ട് ഞാൻ പോയി കിടന്നുറങ്ങി. കുറച്ച് എഡിറ്റിങ് ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ പോയി ഡൈ ഡ്രോപ്സ് ഒഴിച്ചിട്ട് ഉറങ്ങി ഒരു 4:30 ആയപ്പോൾ ഞാൻ കണ്ണുറന്നു. 4:30 ഇല്ല, 3:30 4 മണി സമയത്തായപ്പോൾ ഞാൻ കണ്ണുറന്നു. പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എന്ത് ചെയ്തിട്ട് കണ്ണടയ്ക്കാനേ പറ്റുന്നില്ല, എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ രാവിലെ എണീറ്റൊന്നാണ് മുഖത്ത് പഫി ആയിട്ടിരിക്കുന്നത്. ഐ ഗോയിങ് ടു ഡിപ്പ് മൈ ഫേസ് ഓൺ ഐസ് വാട്ടർ. കാണിച്ചില്ല, ഞാനിപ്പോൾ ഫ്രിഡ്ജിലാണ് കേട്ടോ എൻ്റെ ഫോൺ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. മറ്റേ കാണിച്ചില്ല അതെ. സോ ഇത് വെച്ചിട്ട് മുഖത്തുനിന്ന് നിൽക്കാം. അപ്പോൾ എനിക്ക് ഉറക്കം പോയില്ലെന്ന്. എനിക്ക് ഉറക്കം പോയി. ഇനി എനിക്കറിയില്ല ഇപ്പം എപ്പം വരുന്നത്. ഇന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതായത് ഇന്ന് രാവിലെ 11 o'clock ആകുമ്പോൾ എനിക്ക് സ്കൂളിൽ TC മേടിക്കാൻ പോകണം. ബിക്കോസ് അഡ്മിഷൻ എടുക്കണമല്ലോ, ഇനി സമയമില്ല. ഇപ്പം തന്നെ ടു ലേറ്റ്. ഞാൻ വിചാരിച്ച പോലെ നല്ല കാര്യങ്ങൾ നടക്കുന്നത്. സോ ഐ വോണ്ട് ഗോ ടു ടേക്ക് അഡ്മിഷൻ. അപ്പോൾ അതിന് TC മേടിക്കണം. സോ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇന്ന് 11:30 ആകുമ്പോൾ പോവും. ദെൻ അമ്മ ഒരു ഉച്ചയാകുമ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് അമ്മ എൻ്റെ കൂടെ വരും. നമ്മൾ അഡ്മിഷൻ്റെ കാര്യങ്ങൾ കുറച്ച് നോക്കാൻ പോവും. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കണം. എന്തോ ഒരു പ്രാണി, ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിട്ടില്ല. നമ്മൾ ഈ മാസം അവസാനം ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്. സോ ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിട്ടില്ല. ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കണം. ഇന്ന് കൊടുക്കാമെന്ന് വെച്ചിട്ട് പറ്റിയില്ല. സോ ഇന്ന് കൊടുക്കണം. എന്ത് ജീവിയാണിത്. ഓക്കെ. ആൻഡ് എന്നിട്ട് പിന്നെന്താ പരിപാടി, അമ്മയ്ക്ക് ബ്ലൗസ് മെറ്റീരിയൽ എടുത്തിട്ടില്ല, അതെടുക്കണം. TC അഡ്മിഷൻ നാളെ, അഡ്മിഷൻ്റെ കാര്യം, TC നോക്കണം, അമ്മയ്ക്ക് ബ്ലൗസ് എടുക്കണം, തയ്ക്കാൻ കൊടുക്കണം. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്നത്തെ ദിവസം. ലിറ്ററലി ഞാൻ ഒരു 11 മണി മുതൽ ഈവനിങ്ങും കഴിയുന്നവരെ ഞാൻ ബിസി ആയിരിക്കും. അപ്പോൾ എനിക്ക് ലിറ്ററലി ഉറങ്ങാനും പറ്റില്ല ഇന്നത്തെ ദിവസം. എനിക്ക് ഭ്രാന്തെടുത്തിട്ട് വയ്യ. എനിക്കാണെങ്കിൽ കണ്ണ് ഒന്നും ലൈക്ക്, എനിക്ക് പണ്ട് ചെങ്കണ്ണ് വന്നിട്ടുണ്ട്. ആ സമയത്ത് എങ്ങനെയാ വെച്ചാൽ ചൈനക്കാരെ കണ്ണുപോലെ നീരൊക്കെ വന്ന് ഭയങ്കര സീനായി. പക്ഷെ ഇതിപ്പോൾ അങ്ങനെ സീനൊന്നും ആയില്ല. ചെങ്കണ്ണ് അത്ര പ്രശ്നമില്ല. ചെങ്കണ്ണല്ല ആക്ച്വലി. നമ്മൾ ശരിക്കും പബ്ലിക് പ്ലേസിൽ ഇറങ്ങി ഇങ്ങനെ നടക്കും. ഐ ഡോണ്ട് നോ. പക്ഷെ ഞാൻ ചെങ്കണ്ണ് ആണ് കൂടി എന്തോ വകഭേദമാണെന്നൊക്കെ വെച്ച് പേടിച്ച്. കാരണം അപ്പോൾ നമ്മളിങ്ങനെ വലുതായി വീർത്ത് വരുമല്ലോ. ഇപ്പം കുറേ പേർക്കുണ്ട് ഈ ഐ ഇൻഫെക്ഷൻ. അമ്മയ്ക്കാണ് ഫസ്റ്റ് വന്നത് ആൻഡ് ഐ ഗോട്ട് ഇറ്റ്. പക്ഷേ ഫൺ ഫാക്ട് എന്താ അറിയോ, എനിക്കാണ് സെപ്പറേറ്റ് റൂമുള്ളത്. ആൻഡ് എൻ്റെ അമ്മ എൻ്റെ അനിയൻ വാസ് ഷെയറിങ് എ സിംഗിൾ റൂം. പക്ഷെ അവൻ അവിടെയല്ല കിടക്കുന്നത്. ഐ മീൻ അവൻ ഹാളിലെ സോഫയിൽ എപ്പോഴും കിടക്കുക, ഗെയിം കളിക്കും. എന്നിട്ട് സീരീസ് എന്തെങ്കിലും കണ്ടിട്ട് ഹാളിൽ സോഫയിൽ കിടക്കുക. അമ്മയാണ് റൂമിൽ കെട്ടിൽ കിടക്കുകയുള്ളൂ. പക്ഷെ അവർ സെയിം ബാത്റൂമാണ് യൂസ് ചെയ്യുന്നത്. ഇത് 2 BHK അല്ലേ, സെയിം ബാത്റൂമാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ അവരാണ് ഏറ്റവും കൂടുതൽ ഇൻട്രാക്ഷൻസ് ഉള്ളത്. ഞാനാണ് എപ്പോഴും ഇത് വരില്ലെന്നും പറഞ്ഞ് മറ്റേ സാനിറ്റൈസറും കൈയൊക്കെ കഴുകി നടന്ന ടീം. ലാസ്റ്റ് എനിക്ക് കിട്ടി ഫസ്റ്റ്. അതങ്ങനെ വരൂ. പക്ഷേ ടച്ചുകൊണ്ട് മരുന്ന് നമുക്ക് ഓൾറെഡി ഉള്ളതുകൊണ്ട് മരുന്ന് ഒഴിച്ച് തുടങ്ങാൻ പറ്റി. എൻ്റെ ആദ്യത്തെ ഡ്രോപ്പ് ഒഴിച്ചിട്ട് ഇപ്പോൾ 2 minutes ആയി. ടു അടുത്ത ഡ്രോപ്പ് ഒഴിക്കണം. ഞാനിപ്പോൾ വന്നത് കട്ടൻ ചായ ഇടാൻ വേണ്ടിയിട്ടാണ്. മുഖത്ത് നീരൊന്ന് മൈൻഡാക്കണം. മൂക്കിൻ്റെയൊക്കെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സോറി. പല്ല് കൂടി ഞാൻ പല്ല് തേക്കാൻ, പിന്നെ ഞാൻ എണീറ്റിട്ട് ഇപ്പോൾ 6 മണിയായല്ലോ. ഈ സമയം വരെ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്നല്ലേ, ഐ വാസ് എഡിറ്റിങ്. ഐ നോ ഇറ്റ്സ് ലൈക്ക് ദ ബാഡ് തിങ്. വൈസ് ആ പല്ലി, അയ്യോ എനിക്ക് പല്ലീനെ കാണുമ്പോൾ ചിലപ്പോൾ എനിക്ക് അത് വലിയൊരു പല്ലി അതെങ്ങനെ ഇവിടെ വന്ന്, അയ്യോ. ഓക്കെ, അതിന് ഞാൻ കാണുകയും ചെയ്തു. ഐ ആം ഫോബിക്. എനിക്ക് കുറച്ച് പല്ലി, പുഴു, ഇതിനൊക്കെ എനിക്ക് പേടി. പല്ലീനെ ഒരു
പോയിന്റ് വരെ ഐ ക്യാൻ ടോളറേറ്റ്, പക്ഷെ പുതു തീരെ പറ്റില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു വന്ന ടോപ്പിക് മാറി. ഐ വാസ് എഡിറ്റിംഗ്, ഐ ഹഡ് മെയ്ഡ് മൈ തംബ്നെയിൽ, കുറച്ച് എഡിറ്റ് ചെയ്തു, ലോങ് വീഡിയോ ഷോർട്സ് ആക്കി വെച്ചു, മീൻസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആക്കി വെച്ചു, കുറച്ചൊക്കെ സബ് ടൈറ്റിൽ കൊടുത്തു, ഇനി മ്യൂസിക്കൊക്കെ കൊടുത്തു, കുറച്ചധികം, അതായത് മെജോറിറ്റി പോർഷൻ ഓഫ് എഡിറ്റിംഗ് ഞാൻ ചെയ്തു. ഈ ഫോണിങ്ങനെ താഴെ വരുവാണ്. ഓക്കെ, മെജോറിറ്റി പോർഷൻ ഓഫ് എഡിറ്റിംഗ് ചെയ്തു തീർത്തു. ഐ വാസ് പ്രിറ്റി ഹാപ്പി വിത്ത് ഇറ്റ്. പക്ഷേ എനിക്കുണ്ടല്ലോ, ഉറങ്ങുമ്പോഴാണ് പ്രശ്നം, കണ്ണടയ്ക്കുമ്പോഴാണ് പ്രശ്നം. കണ്ണ് തുറക്കുമ്പോൾ പ്രശ്നമുണ്ട്, ബട്ട് കുഴപ്പമില്ല. മീൻസ് കണ്ണടയ്ക്കുമ്പോൾ ഇങ്ങനെ ലിറ്ററലി വെള്ളം വരുക, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. ഒരു 8 മുതൽ 12 മണിക്കൂർ ഉറങ്ങുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാനാണ് ഇപ്പോൾ എത്ര മണിക്കൂർ ഉറങ്ങി? 2, 3, എങ്ങനെ ഒരു 3 to 4 മണിക്കൂറിനകത്ത് ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ. ഇറ്റ്സ് വെരി ബാഡ്. എല്ലാം താഴ്ന്ന് തിരിഞ്ഞ് കിടക്കുവാണ് ഇപ്പം. അപ്പം നമുക്കിനി പോയിട്ട് എന്ത് ചെയ്യാം? കട്ടൻ ചായ ഉണ്ടാക്കാം, ദെൻ ഐസിലും മുക്കാം. വേറെ ഒന്നും ചെയ്യാനില്ല. ഐ ഹാവ് സോ മെനി തിങ്സ്, ലൈക്ക് ഞാൻ കാണിച്ചു തരാം. ഐ ഹാവ് ദിസ്, വരൂ, ഐപാഡ് എന്നോട്. ഇതിപ്പോൾ കുറച്ച് കട്ട് ചെയ്ത് ഞാൻ ഫ്രീസറിൽ അറിയാണ്ടെടുത്ത് വെച്ചു. ഇങ്ങനെ വെച്ചാൽ ഇറ്റ് വിൽ ബി നൈസ്. പക്ഷേ ഇതിപ്പോൾ ഫ്രീസറിലായതുകൊണ്ട് ഇങ്ങനെ എടുത്ത് വെക്കാൻ പറ്റില്ല. ഇത് ഫ്ലെക്സിബിൾ ആണ് ആക്ച്വലി. നമുക്കെടുത്ത് പുറത്ത് വയ്ക്കാം. എൻ്റെ ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് എനിക്ക്. ബിക്കോസ് എൻ്റെ ഫേസ് ഇസ് വെരി പഫി ബിക്കോസ് മൈ PCOS ഓൾസോ. എനിക്ക് നല്ല, എൻ്റെ ബെല്ലീസ് ഓൾസോ ബ്ലോട്ടഡ് ആയിരിക്കും ചില ദിവസങ്ങളിൽ എണീക്കുമ്പോൾ. ഇവിടെ ഞാൻ ഇതെന്തത് പ്രസവിക്കുമെന്ന് 2 മാസം അങ്ങനെ അത്രയും വയറില്ല, ബട്ട് സ്റ്റിൽ എനിക്കിത് കാണുമ്പോൾ ചില സമയത്ത് വിഷമം തോന്നും. ചില ദിവസം നല്ല ബ്ലോട്ടിംഗ് ഒന്നും ഇല്ലാണ്ട് നന്നായിട്ടിരിക്കും, ചില ദിവസം നല്ല ബ്ലോട്ടിംഗ് ആയിരിക്കും. പക്ഷേ എനിക്ക് എന്ത് ചെയ്തിട്ട് മാറാത്തൊരു സാധനമാണ് ഈ ഫേസ് വെല്ലി. ഇതിപ്പം നീരും കൂടെ ഉള്ളതുകൊണ്ട് എക്സ്ട്രീം ആയിരിക്കും. ആൻഡ് ഓൾസോ ഇതിപ്പം ഞാൻ ഈ സൈഡ് വെച്ച് കിടന്നു കഴിഞ്ഞാൽ നീര് ഇപ്പുറം സൈഡിലായിരിക്കും, അപ്പോൾ അതും ഉണ്ടാവും. ഓക്കെ, സോ കണ്ണും വയ്യ, എൻ്റെ കണ്ണിരിക്കുന്നുണ്ടല്ലേ, ഒന്നാതേ ചെറിയ കണ്ണ്, അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെയും കൂടെ വന്ന് സ്വെല്ലിങ്ങും കൂടെ ആകുമ്പോൾ ഒരുമാതിരി ആവും. എനിക്കൊന്നും പറയാനില്ല. ഓക്കെ, ഞാൻ പോയി ഒരുപാട് സംസാരിച്ചു. സോ ഞാനിനി പോയിട്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചേ. ഐ മൈറ്റ്, ചിലപ്പോൾ ഷോർട്സ് ആണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോസ് ഒന്നും ഞാൻ പറഞ്ഞൊന്നും കാണില്ല, അല്ലെങ്കിൽ നിങ്ങളിത് കാണും. സോ ബൈ. ദിസ് ഈസ് മൈ ഐ ഡ്രോപ്പ്. ഇത് നമുക്ക് കണ്ണിലൊഴിക്കാം. സീ ദ മെസ് ഓവർ ദെയർ. ആൻഡ് ഇത് ഞാൻ ഇന്നലെ മേടിച്ച സാധനങ്ങൾ. ആൻഡ് മൈ നൈക്ക, ഇത് ഞാൻ അൺബോക്സിങ് വീഡിയോ ചെയ്യാം കേട്ടോ. ഡെഫിനറ്റ്ലി ഐ ഡു അൺബോക്സിങ് വീഡിയോ. മറ്റേ വൈറലായിട്ടുള്ള ഒരു ബ്ലഷ് ഇല്ലേ, K Beautyയുടെ, ഐ ബോട്ട് ഇറ്റ്. ഐ ഷോ യു. മൈ ബി ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാം, ഇല്ലെങ്കിൽ ഐ ഷോ ഇറ്റ് യു ഇൻ ദ അനദർ വീഡിയോ. ഐ ലുക്ക് അറ്റ് ദ നൈക്ക പാക്കേജിങ്. ഐ റിയലി ലവ്, ഐ ഹാവ് ദിസ് ഇങ്ങനത്തെ പാക്കേജിങ് നൈക്കയാണ്. പക്ഷേ പിന്നെ എന്ന് പറയുമ്പോഴേ ഒരുപാട് ഞാൻ ഇങ്ങനെ എടുത്ത് പാക്കേജ്, അതായത് ഇപ്പം ആ ചിറയുടെ പെട്ടി, അതിന് ഞാൻ കുറേ നാൾ കഴിയും കളയാൻ. ഇപ്പോഴും അവിടെ നൈക്കയുടെ പെട്ടിയുണ്ട്. അപ്പോൾ ഇതൊക്കെ കളയാണ്ട് വെച്ച് ലാസ്റ്റ് എല്ലാം കൂടെ എടുത്ത് കളയും. അതാണ് എൻ്റെ സ്വഭാവം. ഇവിടെ മെസ്സുണ്ട്. ആൻഡ് ഇത് കഴുകി വെച്ചിരിക്കുന്ന തുണിയാണ്. എൻ്റെ പാഴ്സൽ വന്നിട്ടുണ്ട്. ആൻഡ് ഹിയർ ഓൾസോ ഐ തിങ്ക് ദാറ്റ്സ് ഫ്രം H&M. യെസ്. അപ്പോൾ ഈ ഒരു ഇത് മൊത്തവും കഴുകിയ തുണികളാണ്. ഇത് മടക്കി എടുത്തിട്ട് അലമാര വെക്കണം. ഹാങ്ങർ ഇല്ലാത്തതുകൊണ്ട് ഒരു പ്രശ്നം കൊണ്ട് ഞാൻ എൻ്റെ പുതിയ കുറച്ച് ഡ്രസ്സുകൾ ഞാൻ മേടിച്ചത് ഇറ്റ്സ് ദെയർ, അവിടെയുണ്ട്. അത് കുറേ ഒരു 2-3 ആഴ്ചയായത് അവിടെ ഇരിക്കുന്നത്. അതിനെ ഹാങ്ങറിലാക്കണം. ആൻഡ് ഇതും പുതിയ ഡ്രസ്സാണ്, അതിനെ ഹാങ്ങറിലാക്കണം. ആൻഡ് ബാക്കി എനിക്ക് കാണിക്കാൻ പറ്റില്ല, അത്രയും വൃത്തി. പക്ഷെ ഇതിനുള്ളിൽ കബോർഡ്സിനകത്തൊക്കെ വൃത്തിയാണെന്നാണ് എൻ്റെ അടുത്തേക്ക് വനം. ഇവിടെ 2 ഡ്രസ്സ് ഇരിക്കുന്നുണ്ട്. ഇതൊന്നും ഹാങ്ങർ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതർവൈസ് എല്ലാം ഞാൻ പ്രോപ്പർലി ഹാങ് ചെയ്ത് വെക്കുന്നതായിരിക്കും. സോ ബാക്കിയൊക്കെ അത്യാവശ്യം ക്ലീനാണ്. ഈ പുറമേ കാണുന്നത് എല്ലാം വൃത്തിയാക്കും. ഞാൻ വൃത്തിയാക്കുന്ന സമയത്തുണ്ടല്ലോ, എനിക്ക് വേണമെങ്കിൽ എനിക്ക് ഈ ഡ്രസ്സെല്ലാം കൂടി എടുത്തിട്ട് ഇതിന് താഴെ കുത്തിക്കയറ്റി വെക്കാൻ പറ്റും. ബട്ട് ഐ ഡോണ്ട് വോണ്ട് ടു ഡു ദാറ്റ്. എനിക്ക് ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ചെയ്യണം, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സോ ഐ ഡു ഇറ്റ്. പക്ഷേ എനിക്ക് വയ്യ. ഇപ്പം ഞാൻ പോയി എഡിറ്റ് ചെയ്യട്ടെ. then I'll see you. ഇങ്ങനെ കാണുമ്പോൾ എന്ത് രസമല്ലേ, എത്ര പെട്ടെന്ന് ഓരോന്ന് ക്ലീൻ ചെയ്ത് കഴിയുന്നത്. എനിക്ക് ആക്ച്വലി ഇങ്ങനെ ഇൻഫെക്ഷൻ ഇങ്ങനെ കൂടി വരികയാണ്. ഐ ക്യാൻ ഫീൽ ഇറ്റ്. പക്ഷേ
എനിക്ക് സമാധാനമില്ല. എനിക്ക് റൂം വൃത്തിയാക്കാതെ ഉറക്കം വരുന്നില്ല. എനിക്ക് ഉറങ്ങാനും പറ്റില്ല, റെസ്റ്റ് എടുക്കാനും പറ്റില്ല. അതങ്ങനെയാണ്. ലൈക്ക് ഇപ്പം എൻ്റെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ എൻ്റെ റൂം ഫുൾ മെസ്സായിരിക്കും. ഇപ്പം എൻ്റെ മൈൻഡ് ഓക്കെ ആണ്, ഞാൻ സെറ്റാണെങ്കിൽ എനിക്ക് ഫുൾ വൃത്തിയാക്കണം. പിന്നെ വൃത്തിയാക്കാതെ എനിക്കൊരു 5 മിനിറ്റ് ഇരിക്കാൻ പറ്റില്ല. പിന്നെ ഈ റൂമിൽ അതെന്ന് വെച്ചാൽ നമ്മൾ റൂം വൃത്തിയുടെ കിടന്നാലേ നമ്മുടെ മൈൻഡ് അങ്ങ് ഒരുമാതിരി ആകും. അതങ്ങനെയാണ്. അപ്പോൾ എനിക്കിപ്പോൾ എന്തായാലും ഞാൻ ഓക്കെ എന്തായാലും വയ്യ, ഇനിയുള്ള 2-3 ദിവസം എനിക്ക് നല്ല പാടായിരിക്കും. ബിക്കോസ് എനിക്ക് നേരത്തെ ഐ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഐ നോ ദാറ്റ് ഹൗ ഇസ് ദ സ്ട്രഗിൾ ഗോയിങ് ടു ബി ഇൻ അതർ ഡേയ്സ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുള്ള് പോയി ക്ലീൻ ചെയ്തിട്ട് നിൽക്കാമെന്ന് വെച്ചു. പിന്നെ ചോക്കി എനിക്ക് ആർക്കൊക്കെ ഈ മുട്ടായി ഇഷ്ടമാണെന്ന് പറയണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോക്കി ഇഷ്ടമാണ്. പക്ഷേ അതിനേക്കാട്ടിലും എനിക്കിഷ്ടമാണ് ഈ കിൻഡർ ജോയുടെ കിൻഡർ എന്താ പറയുന്നതിന് പേരെനിക്ക് അറിഞ്ഞൂടെ, ഓർമ്മയില്ലേ, കിൻഡർ ജോയുടെ അകത്തുള്ളൊരു സാധനമില്ലേ, അത് ഈ ഒരു സംഭവം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ പോയി ഫുൾ ക്ലീൻ ചെയ്തതാണ് നിങ്ങൾക്ക് ഈ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അതായത് എല്ലാം ക്ലീൻ ചെയ്തു. ഇതിപ്പം ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്ത സെറ്റ് തുണി കൊണ്ടുവന്ന് അവിടെ വെച്ച് ഞാനൊക്കെ ഇതിനു വേണ്ടി ഡ്രസ്സ് എവിടെ നിന്നാണ് എനിക്കിന്ന്, ഞാൻ ഇത്രയും ഡ്രസ്സ് ഒരു ദിവസം ഇടും. അങ്ങനെയല്ല, നമ്മൾ വീക്ക്ലിയാണ് വാഷ് ചെയ്യുന്നത്. ഒരാഴ്ച ഇത്രയും ഡ്രസ്സ് ഇടുന്നുണ്ട് എന്ന് എനിക്കപ്പോൾ മനസ്സിലായി. അപ്പോൾ ഞാൻ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിലത് ഞാൻ മടക്കി വെച്ചു കുറച്ചൊക്കെ, എന്നിട്ട് കബോർഡിൽ വെച്ചില്ല. അപ്പോൾ കബോർഡിൽ വെച്ചതിൻ്റെ അന്ന് തന്നെ അടുത്ത സെറ്റ് വന്നു. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഞാൻ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നൈക്കിന്ന് ഓഫർ ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ച് ഷീറ്റ് മാസ്കും പിന്നെ കുറച്ച് സ്കിൻ കെയർ സാധനങ്ങളും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത ഷീറ്റ് മാസ്കുകളൊക്കെ വന്നു. എനിക്ക് ഷീറ്റ് മാസ്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിലെ അമ്മ ആയിക്കോട്ടെ, അനിയൻ, ഇവരൊക്കെ എപ്പോഴും വെക്കാറില്ല. എന്തെങ്കിലും ഫംഗ്ഷന് തലേന്നൊക്കെ ഞാൻ വെച്ച് കൊടുക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ മന്ത്സും വെക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതാണ് ഇത്. എൻ്റെ കയ്യിലുള്ള കുറച്ച് ഷീറ്റ് മാസ്ക് ആണ് ഞാൻ കാണിച്ചു തരുന്നത്. കുളുക്കുന്നു എന്ത് പറ്റിയത്, ഞാൻ എപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യാതിരുന്നാലും ഇതാണ് പ്രശ്നം. പിന്നെ എനിക്ക് രണ്ടാമത് വോയിസ് റെക്കോർഡ് ചെയ്യാനൊരു മനസ്സ് വരാറില്ല. കാരണം നമ്മൾ ആ ഒരു ഫ്ലോയിൽ പറഞ്ഞു പോകുമ്പോൾ ഒരു രസമുണ്ട്. പിന്നെ നമ്മൾ രണ്ടാമത് സെയിം സാധനം വീണ്ടും പറയുമ്പോൾ അത്ര സുഖമില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഞാൻ പോയിട്ട് എൻ്റെ ഡിന്നർ കഴിച്ചു. ആൻഡ് ഡിന്നർ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോയി കുറച്ച് നേരം എഡിറ്റ് ചെയ്തു. എന്തിനു വേണ്ടി എന്താ എഡിറ്റ് ചെയ്യണമെന്ന് ഞാൻ തംബ്നെയിൽ എഡിറ്റ് ചെയ്ത് അത്യാവശ്യം നല്ല ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ആൻഡ് ദെൻ അങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം എഡിറ്റിങ്ങൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ വെച്ചിട്ട് സീരീസ് കാണാൻ ഞാൻ കണ്ടുകൊണ്ടിരുന്നത്, ബാക്കി സീരീസ് കാണാമെന്ന്. അപ്പോൾ എനിക്ക് ക്രേവിങ്സ്, അപ്പോൾ എനിക്ക് നൂഡിൽസ് വേണം. ക്രേവിങ്സ് വരാൻ റീസൺ എന്താ, ഞാൻ ഈ നൂഡിൽസ് മേടിച്ചു. ആ നൂഡിൽസ് ഉള്ളതുകൊണ്ട് എനിക്ക് ക്രേവിങ്സ് വന്നു. അങ്ങനെ അതുണ്ടാക്കി കഴിച്ചു. പിന്നെ ഇത് എൻ്റെ ബ്രദറിൻ്റെ ന്യൂ ഫോണാണ്, OnePlus ആണിത്. അപ്പോൾ അവൻ iOS ഹേറ്റർ അല്ല, പക്ഷെ അവൻ iOSനോട് അത്ര താല്പര്യമില്ല. അങ്ങനെ അവൻ OnePlus ആണ് എടുത്തത്. അപ്പോൾ ഞാൻ ആ ഫോൺ ഇങ്ങനെ നോക്കായിരുന്നു, നല്ല രസമുണ്ട്. ഞാൻ ബ്ലൂ എന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് വൈറ്റ് ആണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വൈറ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞു ഇല്ല എനിക്ക് ബ്ലൂ ആണ് വേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ പോയപ്പോൾ ബ്ലൂ ഉണ്ടായിരുന്നില്ല, അവസാനം വൈറ്റ് ആണ് എടുത്തത്. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ അൺബോക്സിങ് ഓൾറെഡി ചെയ്തു. എന്നിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് അൺബോക്സ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരുവാണ്. ദെൻ ഞാൻ ഒരു ദിവസം ഒരു മുട്ടയെങ്കിലും അറ്റ്ലീസ്റ്റ് ഞാൻ കഴിക്കാൻ ശ്രമിക്കും. എനിക്ക് തീരെ പറ്റില്ല, എനിക്ക് മുട്ട കഴിക്കാനേ പറ്റില്ല. അതെന്താണെന്ന് അറിയില്ല, എനിക്ക് ബോയിൽ ചെയ്ത എഗ്സ് കഴിക്കാനേ ഇഷ്ടമല്ല. പിന്നെ നല്ലതാണല്ലോ, മുടിക്ക് നല്ലതാണല്ലോ, സ്കിന്നിന് നല്ലതാണല്ലോ, മൊത്തത്തിൽ ബോഡിക്ക് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് കഴിക്കുകയാണ്. പിന്നെ നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഹോൾ വീഡിയോസ്. മെയിനായിട്ട് ഞാനിതിൽ കുറച്ച് സംസാരിച്ച് ഹോൾ വീഡിയോ ചെയ്യുന്ന പോർഷൻ ഉണ്ട്, അത് ഞാൻ എൻഡിലോട്ട് വെച്ചിട്ടുണ്ട്. ഇത് ബാക്കിയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അതായത് കുറച്ച് ഞാൻ അൺബോക്സ് ചെയ്ത് ഇപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും വോയിസ് റെക്കോർഡൊന്നും ചെയ്യില്ല, മീൻസ് സംസാരിച്ചില്ല. അപ്പോൾ ഞാൻ അത് ആ പോർഷൻ വോയിസ് റെക്കോർഡ് ചെയ്ത് പറഞ്ഞുതരാമെന്ന്. ഫസ്റ്റ് ആപ്സ് ഗുഡ്നെസ്സിൻ്റെ ഈ ഒരു ഫ്ലാക്സ് സീഡ് ആണ് വാങ്ങിച്ചത്. ഇത് എൻ്റെ മുടി കളർ ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് എൻ പോർഷനിൽ ഞാൻ ഗ്ലോബൽ കളറാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഫുൾ മുടി ഒരു ഓംബ്ര എഫക്റ്റാണ്, അതായത് റൂട്ടിൽ നിന്ന് ഒരു കുറച്ച് ലൈറ്റായിട്ട് എൻഡിലോട്ട് പോകുമ്പോൾ കുറച്ച് ഡീപ്പായിട്ട് വരും. അപ്പോൾ അത് ഞാൻ കളർ ചെയ്തു. അപ്പോൾ ആ കളർ ചെയ്തപ്പോൾ മുടി കുറച്ച് ഫ്രിസിയാണ്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്ലാക്സ് സീഡ് മുടിക്ക് നല്ലതാണല്ലോ, അതുകൊണ്ടാണ്. പിന്നെ സ്കിന്നിനും നല്ലതാണ്, അതുകൊണ്ടാണ് അത് വാങ്ങിച്ചത്. പിന്നെ ഞാൻ നൈക്കിയിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് 2 സാധനങ്ങളുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഷോർട്സിൽ പറയാം. ബിക്കോസ് നൈക്കിയിൽ നിന്ന് ഞാൻ വേറെ കുറച്ച് സാധനങ്ങൾ ഷോപ്പിൽ പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി വെച്ചിട്ട് ഞാനൊരു ഷോർട്ടായിട്ട് ഇടാം. എൻ്റെ കണ്ണിപ്പോൾ ഓൾമോസ്റ്റ് ഓക്കെ ആണ്. നാളെയും കൂടെ ആകുമ്പം ഹോപ്പ്ഫുള്ളി അത് ശരിയാവുമായിരിക്കും. അപ്പം ഞാൻ എന്തായാലും ഒരു ഷോർട്സ് ആയിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഈ ഒരു ഇന്ദുലേഖയുടെ സ്കാൽപ്പ് സിറം, ഇത് ഞാൻ ഒരു ബോട്ടിൽ കംപ്ലീറ്റ്ലി യൂസ് ചെയ്തു. ഐ ക്യാൻ സീ എ റിസൾട്ട്, കാരണം എൻ്റെ ഹെയർ ലോസ് റെഡ്യൂസ് ആയി. പക്ഷേ ഞാൻ ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ ഞാൻ വൈറ്റമിൻസ് എടുക്കുന്നുണ്ടായിരുന്നു, മൾട്ടി വൈറ്റമിൻസും. അതുപോലെ പ്രോപ്പറായിട്ട് ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു, വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. അതിൻ്റെയും കൂടെ റിസൾട്ടാണ് എന്നാണ് തോന്നുന്നത്. പിന്നെ ഞാൻ ഹെയർ കെയർ റൂട്ടീൻ ചേഞ്ച് വരുത്തിയായിരുന്നു. പിന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറിനെ ഹെയറിൻ്റെ കാര്യത്തിലല്ല, പക്ഷേ ഡാൻഡ്രഫിൻ്റെ കാര്യത്തിലാണ് ഞാൻ കൺസൾട്ട് ചെയ്തത്, ഹെയർ ഫോളിൻ്റെ അല്ല. ഡാൻഡ്രഫും കൂടി ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പോൾ ഡാൻഡ്രഫ് കൺട്രോൾഡ് ആയിരുന്നു ഓൾറെഡി. പക്ഷേ ഇപ്പോൾ കംപ്ലീറ്റ്ലി എൻ്റെ ഹെയറിൽ നിന്ന് ഡാൻഡ്രഫ് പോയിട്ടുണ്ട്.
കാരണം ഓയിലി സ്കാൽപ്പ് ആയതുകൊണ്ട് ഈ ഡാൻഡ്രഫ് എന്നുള്ള സാധനം ഇത് കുറച്ച് ചെറുതായിട്ടേ വരുള്ളൂ കേട്ടോ സ്കാൽപ്പിൽ. പക്ഷേ എനിക്ക് അത് വരുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ്. ഞാൻ അതുകൊണ്ട് എൻ്റെ സ്കാൽപ്പ് ക്ലീൻ ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ അതിൻ്റെയൊക്കെ റീസൺ ആയിട്ടാണ് വന്നത്. അപ്പം ഞാൻ വെച്ചാൽ ഒരു സെക്കൻഡ് ബോട്ടിലും കൂടി യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം, റിവ്യൂ പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും റിവ്യൂ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ നോക്കിയിട്ട് പറയാം. ആക്ച്വലി എനിക്ക് റിസൾട്ട് ഉണ്ട് ആൻഡ് അതൊരു നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഒരു സെക്കൻഡ് ബോട്ടിലും കൂടി ട്രൈ ചെയ്തിട്ട് ഞാൻ റിവ്യൂ പറയാം. ഓക്കെ. ആൻഡ് പിന്നെ അമ്മയാണെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമിലൊരു പേജ് ഉണ്ട്, അവിടെ ആൻറ്റി ടാനിഷ് ആയിട്ടുള്ള മാലകൾ കിട്ടും. അവരുടെ പേജിൽ നിന്ന് എന്ത് വന്നാലും വാങ്ങും എൻ്റെ അമ്മ അവരുടെ അഡിക്റ്റ്. ലൈക്ക് എനിക്കിങ്ങനെ പലപ്പോഴും തോന്നുന്നു, അമ്മ ഇല്ലായിരുന്നെങ്കിൽ ഈ ഇൻസ്റ്റഗ്രാം പേജുകാർ എന്ത് ചെയ്തേനെന്നാണ്. അത്രയും മാല അവരിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടാകും. പലർക്കായിട്ടും അമ്മയ്ക്കും ഗിഫ്റ്റ് കൊടുക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ അമ്മ ആൻറ്റി ടാനിഷ് മാല വാങ്ങിക്കാറുണ്ട്. അങ്ങനെ കുറേ നാളായിട്ടാണ് ഈ സാധനം എവിടെയും കിട്ടാലും എപ്പോൾ വന്നാലും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും നമ്മൾ കാണുമ്പോഴത്തേക്കും. അങ്ങനെ ഫൈനലി അമ്മയ്ക്ക് ആ മാല കിട്ടി. ഇതിനെന്തോ പേര് പറയും, എനിക്ക് ഓർമ്മയില്ല. ഞാനിത് ഓർഡർ ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതുള്ളൂ, ബാക്കിയെല്ലാം അമ്മയ്ക്കാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാവുന്നത്. അമ്മയെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മാല ലെയർ ചെയ്തിടാനും അങ്ങനെയൊക്കെ. അമ്മ ഓൾറെഡി ഇങ്ങനെ കഴുത്തിൽ ഇത് വാങ്ങിച്ചതും ആ സെയിം പേജിൽ നിന്ന് തന്നെയാണ്. പക്ഷേ അമ്മ പറയും ഈ മാല അത്ര അമ്മ എക്സ്പെക്ട് ചെയ്ത പോലെ അല്ല, വീഡിയോയിൽ കണ്ട പോലെ അല്ല എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ കുഴപ്പമില്ല, കാണാൻ ഭംഗിയുണ്ട്. ചില മാലകൾ വാങ്ങുമ്പോൾ ഫ്ലോപ്പ് ആവാറുണ്ട്, ചിലത് വർക്ക് ആവാറുണ്ട്. പിന്നെ ഈ ഒരു എം കഫേൻ്റെ ബോഡി സ്ക്രബ് ഞാൻ കുറേ നാളായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചാണ്. ഞാനിത് ഓൾറെഡി വന്നപ്പോൾ പെട്ടെന്ന് അൺബോക്സ് ചെയ്തു. പിന്നെ ഞാൻ ആലോചിച്ചു ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ ഹാഫ് ആയപ്പോഴാണ് ഞാനിത് ബാക്കി അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുക്കുന്നത്. ആൻഡ് ഈ ഒരു സ്ക്രബ്ബ് ആക്ച്വലി ഫിസിക്കൽ സ്ക്രബ് അത്ര നല്ലതല്ലെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാൻ ട്രൈ ചെയ്തിട്ട് റിവ്യൂ പറയാം. പിന്നെ ഞാൻ പുറത്ത് പോയി വന്നിട്ട് ഞാൻ പിന്നെ കുറച്ച് അൺബോക്സിങ് ചെയ്യുന്നതാണ് നിങ്ങളിത് കാണാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്ന അമ്മയ്ക്കൊരു കുർത്തി, അതായത് ഞാൻ ലാസ്റ്റ് ടൈം ഞാനൊരു വ്ളോഗിൽ ഇട്ടിരുന്നൊരു റെഡും പിങ്കിഷ് പോലെ വരുന്ന ഒരു കുർത്തിയിൽ അത് കണ്ടപ്പോൾ അമ്മയ്ക്ക് അതിൻ്റെ ബ്ലൂ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിൻ്റെ ബ്ലൂ വാങ്ങിച്ചതാണ് അമ്മയ്ക്ക്. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അപ്പോൾ തന്നെ അൺബോക്സ് ചെയ്തിട്ട് അമ്മ പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുക ചെയ്തത്. അപ്പോൾ ഇനി ഞാൻ കാണിക്കുന്ന ഹോൾ വീഡിയോസ് ഞാൻ സംസാരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പോയിട്ട് കണ്ടു. മുഖം മൈൻഡ് ചെയ്യണ്ട, ഇറ്റ്സ് ലുക്സ് പ്രിറ്റി ബാഡ്, ഐ നോ. നമ്മുടെ ബാക്ക് ടു ഇവിടുത്തെ ലൈറ്റിൽ തന്നെ ഞാൻ വേണ്ടി വെച്ചു. ബാക്ക്ഗ്രൗണ്ട് മൈൻഡ് ആക്കണ്ട, ഹോൾ കാണിച്ചു തരാം. ഓക്കെ, സോ ഹോളിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ താഴെയാണ് വെച്ചിട്ടുള്ളത്. ഇത് രണ്ടിലുമാണ് നമുക്ക് സാധനങ്ങൾ നിറച്ചുകൊണ്ട്. സോ നമുക്ക് ഓരോന്നായിട്ട് പോവാം, ബിക്കോസ് കവർ ഇവിടെ വെക്കാൻ പറ്റുമോ. ഓക്കെ, ഫസ്റ്റ് തിങ് അല്ലെങ്കിൽ ഞാൻ ആദ്യം നൈക്കിന്ന് ഈ ഫോണ് ഫസ്റ്റ് ഞാൻ നൈക്കിന്ന് മേടിച്ച സാധനം കാണിച്ചു തരാം. ഇത് തുറക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം, ഒരു വേറെ തന്നെ സുഖം. ഓക്കെ, ആദ്യം അമ്മ ഒരു സാധനമാണ് നൈക്കിന്ന് മേടിച്ചത്. അത് ഈ ഒരു ലിപ് ബാം. ഈ ഫോണിവിടെ ഒട്ടിയിരിക്കുന്നില്ല, ഐ എം സോറി. ഈ ഒരു നൈക്കിയുടെ ലിപ് ബാമാണ് അമ്മ വാങ്ങിച്ചത്. ആൻഡ് ഓൾസോ ഈ ഒരു ഹാൻഡ് ക്രീം, ഇത് ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ ഞാൻ വാങ്ങാൻ പോയ മെയിൻ സാധനം ഇതൊന്നുമല്ല, is this. And finally I also bought that K-Beauty jelly blush stick in the shade Cherry Cola. ഞാനത് ഷോർട്സ് ആയിട്ട് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. ഇത് കാണിക്കാം. ഐ എം സോ ഹാപ്പി. ഓ മൈ ഗോഡ്, കടിച്ച് തിന്നാ തോന്നുന്നു. പക്ഷേ ഇത് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഷോർട്ട് വീഡിയോയിൽ I'll use it and I'll tell you. Okay, സോ അതേപോലെ തന്നെ അടച്ച് നമ്മൾ ഈ പെട്ടിയിലിട്ട് വെക്കും. ഇപ്പോൾ പെട്ടിയിലിടാൻ സമയമില്ല, ബിക്കോസ് നമുക്ക് വേഗം സാധനം കാണിക്കാം. എനിക്ക് ഐ ഹാവ് ടു ക്ലീൻ ഓൾ ദിസ്. സോ അത് വേണമെന്നില്ല. എൻ്റെ പഴയ സൺഗ്ലാസ് അതിനകത്ത് വെച്ചിടാം. കുറച്ച് ഇന്നവേഴ്സ് ആണ് ഇത്, ആർക്കെങ്കിലും യൂസ്ഫുൾ ആവും, ഐ ഡോണ്ട് നോ. സോ ഇത് എൻ്റെതല്ല, മമ്മിയുടേതാണ്. ആൻഡ് ഇത് ഞങ്ങൾ ഇത് ബൈ ദ വേ ഈ കാണിക്കുന്നതൊക്കെ സ്റ്റൈൽ യൂണിയൻ എന്നുള്ളതാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. എനിക്ക് ഇങ്ങനത്തെ ലേസുള്ള ഇഷ്ടമാണ്. പക്ഷെ ഇത് എൻ്റെതല്ല, മമ്മിയുടേതാണ്. ഞാൻ സെയിം മേടിച്ചു. അയ്യോ, അതാണ് എൻ്റെത് കേട്ടോ, സോറി. ഇത് മമ്മിയുടേത്. സോ യാ, ദെൻ ഇത് മേടിച്ചു. ഇത് ഭയങ്കര നല്ലതാണ്. ഈ ഷോർട്ട്സ് ലൈക്ക് ഇത് ഭയങ്കര സ്ട്രെച്ചിങ്ങുമാണ്. നമുക്ക് ഷോർട്ടായിട്ടുള്ള ഡ്രസ്സിൻ്റെ കടിയിലിടാൻ പറ്റും. സോ ഇതൊരെണ്ണം വാങ്ങിച്ചു എനിക്ക്. പിന്നെ ഐ ഓൾസോ ബോട്ട് ദിസ്. ഞാൻ വീട്ടിൽ നൈറ്റി ഇടാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ കുറച്ച് ക്യൂട്ട് നൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇത് നീ ലെങ്ത്തിനെക്കാട്ടിലും കുറച്ചുകൂടെ പൊടിക്ക് താഴെ നിൽക്കുന്ന ഒരു ടോപ്പ്, നൈറ്റ് ഡ്രസ്. അഗെയിൻ പിന്നെയും ഒരു
ഇന്നർ തന്നെയാണ് സ്റ്റൈൽ യൂണിയൻ മേടിച്ചിട്ടില്ല, വേറെ ഒന്നും മേടിച്ചിട്ടില്ല. ഇതൊക്കെ ആക്ച്വലി നമുക്ക് ബ്രാലറ്റ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇന്നറൊന്നല്ല ഇതിന് പറയുന്നത്, ബ്രാലറ്റ്. യാ, സോ ദിസ് വൺ ഓൾസോ, ദിസ് ഗ്രീൻ വൺ ഇത് എൻ്റെതല്ല, ദിസ് ഫോർ മമ്മി. ഓരോത് ഞാൻ മേടിച്ചതാണ്. സോ നെക്സ്റ്റ് വൺ ഈ ഒരു നെയിൽ പോളിഷ്. സോ ഇത്രയാണ് സ്റ്റൈൽ യൂണിയൻ എന്ന് മേടിച്ചത്. ദെൻ മൂവിങ് ഓൺ ടു മിനീസോ മേടിച്ചത് ഈ 2 ഹാങ്ങർ. ഞാൻ യൂഷ്വലി ഇതിൻ്റെ പിങ്ക് കളറാണ് മേടിക്കുന്നത്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പിങ്ക് ഇല്ല. സോ ഞാൻ ഇത് മേടിച്ചു. എൻ്റെ അമ്മ ഗ്രേ മേടിച്ചു. ഓക്കെ, സോ ഇത് 2 എണ്ണം. ഇത് വെക്കാൻ സ്ഥലമില്ല, അതുകൊണ്ടാണ് ബാക്കിലോട്ട് ഇടുന്നത്. പിന്നെ ഐ ബോട്ട് ഇത് വെസ്റ്റ് സൈഡിൽ നിന്നാണ് കേട്ടോ, മിനീസോ എന്നല്ല, ഫുഡ് വെയർ. എന്ത് ഭംഗിയുണ്ട് നോക്കിത് കാണാൻ. ഞാൻ കരഞ്ഞ് പിടിച്ച് വാങ്ങിച്ചതാണ്. അമ്മ വാസ് ലൈക്ക്, ഇത് ആക്ച്വലി 1500 ആണ്, വിച്ച് ഇസ് ലൈക്ക് നോട്ട് ദാറ്റ് എക്സ്പെൻസീവ് ഫോർ ദിസ് മച്ച്, ഇത്രയും വർക്ക്. പക്ഷെ അമ്മയോട് എന്തിനാണ് നമുക്ക് ഒരുപാട് ചെരുപ്പുണ്ട്, നീ ഇത് എവിടെ ഇടും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇടും എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ച് മേടിച്ച് ചെരുപ്പ് എടുത്ത്. അതുകൊണ്ട് പിന്നെ ഇതും വെസ്റ്റ് സൈഡിൽ നിന്ന് മേടിച്ചതാ. പക്ഷെ വെസ്റ്റ് സൈഡിൽ നിന്ന് ഒരു ടോപ്പ് കൂടെ മേടിച്ചു. അത് ആക്ച്വലി എടുത്തിട്ട് അപ്പുറത്ത് വെച്ചേക്കോണെന്ന് തോന്നുന്നു, സോറി. സോ ഈ ഒരു ബ്ലൂ ടോപ്പ്, ബേസിക് ടോപ്പ്, എനിക്കിതിൽ ഇഷ്ടപ്പെട്ട ഫാക്ടർ എന്താണെന്ന് അറിയാം, ഇത് ക്വൈറ്റ് ലോങ് ആണ്. സോ ഇത് എനിക്ക് ലോ വേസ്റ്റ് ആയിട്ടുള്ള ജീൻസ് ഉണ്ട് കുറേ. എൻ്റെ ലോ വേസ്റ്റ് ആയിട്ടുള്ള ജീൻസ് എന്നല്ല, ഞാൻ വെയിറ്റ് തടി കുറഞ്ഞപ്പോൾ അത് ലോ വേസ്റ്റ് ആയി. ദാറ്റ് ഇസ് ദ ട്രൂത്ത്. അപ്പോൾ അതുകൊണ്ട് ഐ ഡോണ്ട് മൈൻഡ് ഷോ ലൈക്ക് സീയിങ് മൈ ബെല്ലി. പക്ഷേ സംടൈംസ് അത് എപ്പോഴും നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ ടോപ്പ് ആകുമ്പോൾ ഇറ്റ് വിൽ കവർ മൈ ബെല്ലി ഓൾസോ. സോ ദ കളർ ഇസ് ഓൾസോ റിയലി ഗുഡ്. ഇത് മേടിച്ചു. ദെൻ ഒരു ലിപ് ബാം അഗെയിൻ അമ്മ വാങ്ങിച്ചു. ആൻഡ് 2 ഷീറ്റ് മാസ്ക് വാങ്ങിച്ചു. ഒന്ന് അമ്മ വാങ്ങിച്ച കുക്കുംബർ, ആൻഡ് ഐ വാട്ട് ദ സ്ലീപ്പിംഗ് ബ്യൂട്ടി. ഞാൻ പക്ഷേ ഇത് ഒരെണ്ണം മേടിച്ചു, സോറി സ്നോ വൈറ്റ്. ബിക്കോസ് എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഹാമ്പർ നിറച്ച് മേക്കപ്പ് സാധനങ്ങൾ തന്നിട്ടുണ്ട്. അതിനകത്ത് സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെയും സിൻഡ്രലയുടെ ആണെന്ന് തോന്നുന്നു, ഇതേപോലത്തെ മിനിസോ എന്നാണത്, ഷീറ്റ് മാസ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു അത് മേടിക്കാൻ. അതായത് യൂസ് ചെയ്തിട്ടും എനിക്ക് വർക്കായി. അപ്പോൾ അങ്ങനെ ഞാൻ മിനിസോ പോയപ്പോൾ സ്നോ വൈറ്റ് വാങ്ങിച്ചു. ആൻഡ് എൻ്റെ കയ്യിൽ ഓൾറെഡി കുറച്ച് ഷീറ്റ് മാസ്കുകളുണ്ട്, അതാണ് ഞാൻ ഓവറായിട്ട് മേടിക്കാത്ത. അത് നമ്മൾ 2 എണ്ണം മാത്രമേ വാങ്ങിച്ചുള്ളൂ. സോ അത്രയേ ഉള്ളൂ നമ്മുടെ കുട്ടി ഹോൾ. പക്ഷേ എല്ലാ സാധനവും ഇല്ല, കുറേ സാധനങ്ങൾ അപ്പുറത്തും ആയിപ്പോയി, അമ്മയുടെ കയ്യിലും ആയിപ്പോയി, അമ്മയുടെ കുറച്ച് സാധനങ്ങൾ ഇപ്പുറത്തും ആയിപ്പോയി. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഞാൻ ഈ മലയൊന്ന് വൃത്തിയാക്കട്ടെ. ഓക്കെ, ബൈ. എന്നിട്ട് എനിക്കൊന്ന് ചൂടുവെള്ളത്തിൽ കുളിക്കണം, എന്നിട്ട് ഞാൻ പോയി കിടന്നങ്ങ് ഉറങ്ങും. ഓക്കെ, ഈ വീഡിയോ എന്താണ് ഈ വീഡിയോയിലുള്ളത് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. സോ ഐ മൈറ്റ് ബി കണ്ടിന്യൂ ദിസ് വ്ലോഗ് ടുമോറോ കൂടെ, ബിക്കോസ് ഇതിനകത്തൊന്നുമില്ല, ലിറ്ററലി ഈ ഒരു ഹോൾ മാത്രമല്ലേ ഉള്ളൂ. നാളെ കാണാം. എൻ്റെ എല്ലാവരും പ്രാർത്ഥിക്കണം എൻ്റെ അഡ്മിഷന് വേണ്ടി. അയ്യോ.